വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. അമേരിക്കയുടെ താരിഫ് നിലവിൽ വന്ന ശേഷം ഇന്ത്യക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളതിന്റെ കൃത്യമായിട്ടുള്ള വിലയിരുത്തൽ അന്താരാഷ്ട്ര മാധ്യമങ്ങളും ലോക മാധ്യമങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളൊരു യോഗം വിളിച്ചിട്ടുണ്ട്. നമുക്ക് പ്രധാനമായിട്ടും അടികിട്ടിയിരിക്കുന്ന ഒരു ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയാണ്, വസ്ത്ര വ്യാപാര മേഖലയാണ്. പിന്നെ തുകൽ, പിന്നെ ഈ ജ്വല്ലറി, അങ്ങനെയുള്ള മേഖലകളിലൊക്കെയാണ് വലിയ അടി കിട്ടിയിരിക്കുന്നത്. പക്ഷേ അറബ് രാജ്യങ്ങൾ ഈ 50% താരിഫ് മുന്നിൽ കണ്ടുകൊണ്ട് കുവൈറ്റിന്റെ ഭരണാധികാരി അടക്കമുള്ളവർ ഇന്ത്യയിൽ വന്ന് തമ്പടിച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടെ അങ്ങോട്ടേക്ക് ഇവിടെ വരുന്ന ഉൽപ്പന്നങ്ങൾ, സമുദ്രോൽപ്പന്നങ്ങൾ അടക്കം അങ്ങോട്ടേക്ക് എക്സ്പോർട്ട് ചെയ്യാനുള്ള ഒരു പരിപാടിയാണെന്ന് പറയുന്നു. അതിൽ നമുക്ക് 2 ദിവസത്തിനകം അത് അറിയാനായിട്ട് സാധിക്കും. ഞാനത് ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നുണ്ട്. പല ഈ അറബ് മാധ്യമങ്ങളും ഇപ്പൊ ഈ നമ്മുടെ ഈ താരിഫ് അവർക്കൊരു ശുഭസൂചകമായിട്ടുള്ള ഒരു സംഭവമായിട്ടാണ് അവർ കാണുന്നത്. കാരണം അവർക്ക് ഇന്ത്യയിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ ആവശ്യമുണ്ട് അവർക്ക്. അപ്പൊ അങ്ങോട്ടേക്കുള്ള കയറ്റുമതി കൂട്ടണം. പിന്നെ ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്കുള്ള കയറ്റുമതി കൂട്ടണം. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യങ്ങളായിട്ടാണ് കാണുന്നത്. പിന്നെ നമ്മുടെ ഫിജിയുടെ പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം, ഫിജി ഒരു കുഞ്ഞു രാഷ്ട്രമാണ്, ദ്വീപ് രാഷ്ട്രമാണ്. അപ്പൊ ആ ഫിജിയുടെ പ്രധാനമന്ത്രി വന്നിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിയോട് പറഞ്ഞ ഒരു ഡയലോഗുണ്ട്. ഈ ലോക രാജ്യങ്ങൾക്കൊന്നും നിങ്ങൾ വളരുന്ന ഇഷ്ടമല്ല, നിങ്ങൾക്ക് അറിയാമല്ലോ. നരേന്ദ്രമോദി ഒന്ന് ചിരിച്ചു. പക്ഷേ എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾ അതിനെയൊക്കെ മറികടക്കും, നിങ്ങൾ വളരെ ശക്തനാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്ന് മോദിയോട് പറഞ്ഞു. ഫിജിയുടെ പ്രധാനമന്ത്രിയാണ് പറഞ്ഞത്. പോരാത്തതിന് 7 കരാറിലും ഒപ്പുവെച്ചു. ഇങ്ങനെ വന്ന് നരേന്ദ്രമോദിയുടെ തോളി തട്ടി മോദിയെ 2 പുകഴ്ത്തൽ പല രാജ്യങ്ങളും ഒരുപാട് രാജ്യങ്ങൾ ഒരുപാട് കരാർ ഒപ്പിട്ട് പോകുന്നുണ്ട്. അപ്പൊ അങ്ങനെ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം തോന്നിയ ഒരു റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഏതാ അറിയാവും? ട്രംപിന്റെ താരിഫ് എഫക്ട് ചെയ്ത് തുടങ്ങി, അത് സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ എനിക്ക് ഇഷ്ടം തോന്നിയ ഒരു റിപ്പോർട്ട് എന്ന് പറയുന്നത് ഇതിനെ നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളതാണ്. നമ്മുടെ കേന്ദ്രത്തിന് സമ്പൂർണ്ണ പിന്തുണയാണ് നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ കൊടുക്കുന്നത്. ഒരാൾ മാത്രമേ നമ്മളെ പിന്തുണയ്ക്കാതുള്ളത്, നമ്മുടെ രാജ്യത്തെ പിന്തുണയ്ക്കാത്തതായിട്ടുള്ളത് അത് രാഹുൽ ഗാന്ധിയാണ്. സ്വാഭാവികമായിട്ടും രാഹുൽ ഗാന്ധി പിന്തുണയ്ക്കുന്നില്ല. രാഹുൽ ഗാന്ധി പറയുന്നത് മോദി മറുപടി പറയണം ഈ താരിഫിന് എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. ഇപ്പോ മോദി അമേരിക്കൻ ഈ വ്യവസായികളെ അല്ലെങ്കിൽ വ്യാപാര കരാറിന് നമ്മുടെ ഈ മാർക്കറ്റ് തുറന്നു കൊടുത്തില്ലെങ്കിൽ അവൻ കർഷകരെല്ലാം കൂടെ സംഘടിപ്പിച്ച് വലിയ സമരമാക്കി മാറ്റി കഴിഞ്ഞാൽ അതിനും മോദി മറുപടി പറയണം. കാരണം കർഷകരുടെ ജീവിതം തകർക്കുകയാണ്. അത് കൊടുക്കാത്തത് കൊണ്ടാണ് നമുക്ക് ഇവൻ താരിഫ് അടിച്ചു തന്നത്. അപ്പൊ അതിനും മോദി മറുപടി പറയണം. ഇവനെപ്പോലൊരു ഭൂലോക കിഴങ്ങനെ ഞാൻ കണ്ടിട്ടില്ല എന്നുള്ളത് ഞാൻ വളരെ വ്യസന സമേതം പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം. രാഹുൽ ഗാന്ധി ഒരു സൈഡിൽ അങ്ങോട്ട് നിൽക്കട്ടെ, നമുക്ക് പുള്ളിയെ പിടിക്കണ്ട. കാരണം പുള്ളിയെ പിടിച്ചിട്ട് കാര്യമില്ല. ഈ ഇടയ്ക്ക് ഒരു ഡയലോഗ് അടിച്ചത് ബിജുചേട്ടൻ അറിയാലോ. ഗോഡ്സെ മഹാത്മാഗാന്ധിയെ കൊന്നത് ഭരണഘടനയോടുള്ള എതിർപ്പ് കൊണ്ടാണ്. ഗോഡ്സെ മഹാത്മാഗാന്ധി മരിച്ചത് 48-ല്, ഭരണഘടന ഉണ്ടായത് 50-ന് ശേഷം എന്തോ ആണ്. വലിയ കാര്യത്തിൽ അതെ, വലിയ കാര്യത്തിൽ ഇത് പൊക്കി പിടിച്ചുകൊണ്ട് അങ്ങ് പറയുകയാണ്. നമുക്ക് എന്ത് പറയാൻ സാധിക്കും ഇയാളെ കുറിച്ച്, ഇങ്ങനെ ഒരു മനുഷ്യനെ കുറിച്ച്? ഇന്നിതാ നമ്മുടെ വ്യാപാരികൾ സമ്പൂർണ്ണമായിട്ടും ഒരുമിച്ച് നിന്നുകൊണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിയോട് പറയുകയാണ്, ഞങ്ങൾ ഓക്കെയാണ്. കാരണം ഈ 1 ദശലക്ഷം തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടുമെന്ന ഭീഷണി നിലനിൽക്കുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ ഓക്കെയാണ്. തുകലാഭരണങ്ങൾ, രത്നാഭരണങ്ങൾ, ഓട്ടോ ഘടകങ്ങൾ, രാസവസ്തുക്കൾ, സമുദ്രോത്പന്നങ്ങൾ, ഇലക്ട്രോണിക്സ് ഉൾപ്പെടെ എല്ലാ മേഖലയും പ്രതികൂലമായി ബാധിക്കുമെന്ന് CTI ചെയർമാൻ ബ്രിജേഷ് ഗോയൽ സർക്കാരിനോട് ശുപാർശ ചെയ്യുന്നുണ്ട്. പക്ഷെ അതിനെല്ലാം കോപ്പപ്പ് ചെയ്യാനായിട്ട് ഒരു നിമിഷം പോലും വൈകാതെ, നമ്മൾ കോവിഡിൽ എങ്ങനെയാണ് വാക്സിൻ നിർമ്മാണം നടത്തിയത്, അതുപോലെ ഒരു നിമിഷം പോലും വൈകാതെ പ്രധാനമന്ത്രി പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. യോഗങ്ങൾക്ക് മേൽ യോഗങ്ങൾ നമ്മുടെ ഡൽഹിയിൽ ചേർന്നുകൊണ്ടിരിക്കുകയാണ്. തീരുവകൾ കയറ്റുമതി കുറയ്ക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളെല്ലാം പുറത്തു വരുന്നു. അതിനിടയിൽ തന്നെ നമ്മുടെ ട്രേഡ് ആൻഡ് ഇൻഡസ്ട്രി ചേംബർ, അതിന്റെ വ്യാപാരികളും അതിന്റെ ചെയർമാനും നരേന്ദ്രമോദിക്ക് ഒരു കത്ത് എഴുതിയിട്ടുണ്ട്. അമേരിക്ക ഒരു പാഠം പഠിപ്പിക്കണം, ഞങ്ങൾ മോദിയുടെ കൂടെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അവരിതിൽ പറയുന്നത് നമ്മളൊരു കാര്യം ചെയ്യണം. നമ്മൾ ജർമ്മനി, ബ്രിട്ടൻ, സിംഗപ്പൂർ, മലേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ അങ്ങോട്ടേക്ക് കയറ്റുമതി നയം പ്രോത്സാഹിപ്പിക്കണം. എന്നിട്ട് ഈ അമേരിക്കയ്ക്ക് പ്രതികാര താരിഫ് നമ്മൾ എന്തായാലും ചുമത്തണം എന്നാണ് ഇവർ പറയുന്നത്. ആലോചിച്ചു, നമ്മുടെ രാജ്യത്തുള്ള വ്യാപാരികളും വ്യവസായികളും അവരുടെ സംഘടനകളുമാണ് കേന്ദ്രത്തിനോട് പറയുന്നത്. സാധാരണ ഇവരൊക്കെ തെരുവിലിറങ്ങി പ്രതിഷേധിക്കുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഒരാൾ രാജ്യം ഭരിക്കുമ്പോൾ അയാൾ ആത്മാർത്ഥമായിട്ടാണ് രാജ്യം ഭരിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ നാട്ടിലുള്ള ജനങ്ങളുടെ സപ്പോർട്ട് അയാൾക്ക് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഇതിനും വലിയൊരു ഉദാഹരണമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ ഏറ്റവും വലിയ വേറൊരു റിപ്പോർട്ട് എന്ന് പറയുന്നത് AAPയുടെ രാജ്യസഭയിൽ നിന്നുള്ള MP അശോക് മിത്തൽ ഇന്നൊരു ആഹ്വാനം നടത്തിയിട്ടുണ്ട്. പഞ്ചാബിലെ AAPയുടെ MP ആണ്, രാജ്യസഭയിലേക്ക് പോയ മനുഷ്യനാണ്. അദ്ദേഹം നടത്തിയിരിക്കുന്ന ആഹ്വാനം രാജ്യത്തെ ജനങ്ങളോട് തന്നെയാണ്. അത് ഏറ്റെടുക്കണമെന്നാണ് എന്റെയും ഒരു അഭിപ്രായം. കാരണം
അമേരിക്കയിൽ നിന്ന് ഇങ്ങോട്ട് ഏറ്റവും അധികം വിറ്റഴിക്കപ്പെടുന്നത് അവരുടെ ബീവറേജസും സോഫ്റ്റ് ഡ്രിങ്ക്സുമാണ്. നമ്മൾ അതിനെ ബഹിഷ്കരിക്കും എന്നാണ് അയാൾ പറഞ്ഞിരിക്കുന്നത്. സമ്പൂർണ്ണമായിട്ടുള്ള ഒരു തയ്യാറെടുപ്പ് നമ്മൾ അണിയറയിൽ നടത്തുകയാണെന്നുള്ളതാണ്. ഇത് എന്ത് തോന്നുന്നു ഇത് കേട്ടിട്ട്? നമ്മുടെ രാജ്യം ഒറ്റക്കെട്ടായി നേരിട്ടാൽ തീരാവുന്നതാണോ ഈ പ്രശ്നം? എന്താണ് അഭിപ്രായം? ആന്ധ്രത്തിന് മുമ്പും ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ ക്വിറ്റ് ഇന്ത്യ സമരം തന്നെ നമുക്ക് ഉദാഹരണം കൊടുക്കാം, വിദേശികൾ പഠിക്കാം. അന്ന് നമ്മുടെ രാജ്യമായിട്ടില്ല, ഇന്ത്യ ആയിട്ടില്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ഈ ഒരു ജനം, ഈ രാജ്യത്ത് ജീവിക്കുന്ന ഭാരതീയർ എന്ന് പറയുന്ന ഒരു ജനം, ആ ജനത്തിന്റെ ഒരു വൈകാരികത അവർ പലപ്പോഴും പ്രകടമാക്കിയിട്ടുണ്ട്. സ്വാതന്ത്ര്യത്തിന് മുമ്പും പ്രകടമാക്കിയിട്ടുണ്ട്, സ്വാതന്ത്ര്യത്തിന് ശേഷവും പ്രകടമാക്കിയിട്ടുണ്ട്. അത് നമ്മൾ കണ്ടു. അതുപോലെ തന്നെ നമുക്ക് വലിയ ഭക്ഷ്യക്ഷാമം വരുത്തി വെച്ചുകൊണ്ട് അമേരിക്ക ഒരു കളി ഇറക്കിയിരുന്നു 65-ല്, നമുക്ക് ഭക്ഷ്യവസ്തുക്കൾ നൽകാതെ. അതിനെയും നമ്മൾ മുണ്ട് മുറുക്കി കൊടുത്തുകൊണ്ട് നമ്മളതിനെ അതിജീവിച്ചു. അതിനുശേഷമാണ് നമ്മൾ ജയ് ജവാൻ ജയ് കിസാൻ എന്നുള്ളൊരു മുദ്രാവാക്യം തന്നെ നമ്മൾ ഏറ്റെടുക്കുകയും ഒക്കെ നമ്മൾ മുമ്പോട്ട് പോയി. പിന്നീട് നമ്മൾ കണ്ടത് രണ്ട് കാര്യങ്ങൾ 1998, 2001 കാലഘട്ടത്തിൽ സംഭവിച്ചു. രണ്ടല്ല, നമ്മുടെ രാജ്യം, ഞാൻ വിശ്വസിക്കുന്നത് ഇപ്പോഴും നമ്മുടെ രാജ്യത്തിന്റെ ഒരു നിർണായക ഘട്ടമായിരുന്നു ഈ വാജ്പേയി സർക്കാരിന്റെ കാലം എന്ന് എനിക്ക് പറയേണ്ടി വരും. ഒന്ന്, വാജ്പേയി സർക്കാർ 28 ഘടകകക്ഷികളെ കൂട്ടിക്കെട്ടി ഭരിക്കുന്നു. അതും കിരിയും പാമ്പും പോലത്തെ ഘടകകക്ഷികളെ കൂട്ടിക്കെട്ടി ഭരിക്കുന്നു. BJP ലോങ് ആയിട്ട് ഭരിക്കുന്ന ഒരു പീരീഡ്. സ്വാഭാവികമായ ശത്രുക്കളുടെ എണ്ണം കൂടുതൽ. രാജ്യത്തിന് പുറത്ത് അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ വലിയ രീതിയിൽ തന്നെ ഇത് വെച്ചുപുറപ്പിക്കാൻ കഴിയില്ല എന്നൊരു രീതിയിലേക്ക് മുമ്പോട്ട് നീങ്ങുന്നു. ഇതിനിടയിൽ വാജ്പേയി ഒരു അണുപരീക്ഷണം നടത്തുന്നു. ഈ പ്രതിസന്ധികൾക്കിടയിൽ എനിക്ക് തോന്നുന്നില്ല ഒരു ഭരണാധികാരികളും എങ്ങനെ നിൽക്കുന്ന ഒരു സർക്കാർ, നൂലെ തൂങ്ങി നിൽക്കുന്ന ഒരു സർക്കാർ ഒരു ആണവ പരീക്ഷണം നടത്തുക എന്ന് പറഞ്ഞാൽ ലോകത്ത് ആർക്കും ചിന്തിക്കാൻ കഴിയും. കാരണം എപ്പോൾ വേണം ഭരണം താഴെപ്പോകുന്ന ഒരവസ്ഥയാണ്. അപ്പൊ ആ സമയത്ത് ഈ അമേരിക്ക ഒരു ഉപരോധം പ്രഖ്യാപിച്ചു. ഉപരോധമൊക്കെ പ്രഖ്യാപിച്ചു. നമ്മൾ ഉപരോധമാണ്, താരിഫല്ല, ഉപരോധം. ഒരു സാധനം ഇങ്ങോട്ടില്ല, നമ്മുടെ ഒരു സാധനം ഈ ലോകത്തെങ്ങും കയറ്റി വിടാനും പറ്റത്തില്ല. അതാണ് ഉപരോധത്തിന്റെ, അമേരിക്കയുടെ ഉപരോധം. അന്നൊക്കെ അമേരിക്കയുടെ ഉപരോധം എന്ന് പറഞ്ഞാൽ വലിയ ശക്തം തന്നെയാണ്. അതിനുശേഷം 2001 ജനുവരി 26 അന്ന് നമ്മുടെ ഗുജറാത്തിലെ കച്ചിലടക്കം ഒരു വലിയ ഭൂകമ്പം ഉണ്ടാകും. നമ്മൾ ഈ ഉപരോധ കാലഘട്ടമാണത്. വലിയ ഭൂകമ്പം ഉണ്ടാകും, വലിയ നാശനഷ്ടം. അതിലൂടെയാണ് നമ്മുടെ നരേന്ദ്രമോദി ഉയർന്നു വരുന്നത്, നേതാവായിട്ട് വരുന്ന ഒരു ടൈമിംഗ് കൂടാണ്. അപ്പോൾ അത് ഈ വലിയ ഭൂകമ്പം ഉണ്ടാകുമ്പോൾ അന്ന് നമ്മുടെ കേന്ദ്ര സർക്കാർ ഒരു പരസ്യം നൽകി പത്രങ്ങൾക്ക്. അന്ന് ചാനലല്ല, പത്രങ്ങളാണ്. നമ്മുടെ ഈ തകർന്ന അത് പുനരുദ്ധരിക്കാൻ നമ്മളാൽ കഴിയുന്നത്, ഓരോ പൗരനും നിങ്ങളാൽ കഴിയുന്നത് അന്ന് സഹായിക്കണം. അന്നതിന് ടാർഗറ്റ് ഇട്ടിരുന്നത്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 350 കോടിയോ മറ്റോ ആണ്. 500 കോടിക്ക് താഴെയാണ്. അത് അന്ന് അത്രയും രൂപയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പണി നടന്നു പോകും. ഇന്നിപ്പോ എന്ന് വെച്ചാൽ 350 കോടിയൊന്നും അല്ല നമുക്ക്. നമ്മുടെ കേരളത്തിൽ തന്നെ ഒരു ചെറിയ പ്രൊജക്ടിന് തന്നെ 1000-2000 കോടി, 2000-നുള്ള കളിയില്ല. അപ്പൊ അന്ന് അത് വേണമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ആ പരസ്യം വന്നത്. പക്ഷെ നമ്മുടെ കേന്ദ്ര സർക്കാരിനെ മറ്റു രാജ്യങ്ങളെയും അമ്പരപ്പിച്ചുകൊണ്ട് പിരിഞ്ഞു കിട്ടിയത് 1500 കോടി രൂപയാണ്. അപ്പോൾ തന്നെ കേന്ദ്ര സർക്കാർ പിന്നെയും പ്രവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നാണ് മനസ്സിലായത് ഇന്ത്യക്കാരൻ്റെ കയ്യിൽ ഇത്രയും പണമുണ്ടെന്നും അവൻ വിചാരിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം കാര്യങ്ങൾ. കാരണം നമുക്ക് ഈ ഉപരോധങ്ങളൊക്കെ മൂലം വലഞ്ഞിരിക്കുന്നത് നമുക്കത് പുനരുദ്ധരിക്കാൻ കേന്ദ്ര സർക്കാരിന്റെ ഫണ്ടില്ലാതെ വലയുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ആ ഒരു പ്രസ്താവന നടത്തുകയും അത്രയും കോടിക്കണക്കിന് രൂപ അതിലെത്തുകയും ചെയ്തു. ഒടുവിൽ കേന്ദ്ര സർക്കാർ തന്നെ പറഞ്ഞു, ഇനി ആരും ഇതിൽ പൈസ അയക്കരുത്, നമ്മുടെ ടാർഗറ്റുകൾ കവിഞ്ഞു. എന്നിട്ട് നമ്മൾ ആ തുക, നമ്മുടെ പുനരുദ്ധാരണം കഴിഞ്ഞിട്ട് 100 കോടി രൂപ നമ്മൾ പാകിസ്ഥാൻ ഓഫർ ചെയ്തു. കാരണം ഈ ഗുജറാത്തിലെ കച്ചും പാകിസ്ഥാനിലുള്ള പ്രദേശങ്ങളും ഒക്കെ ഈ ഭൂകമ്പത്തിൽ തകർന്നു. അപ്പൊ നമ്മളെപ്പോലെ തന്നെ അവരും ദുരിതം അനുഭവിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അവർക്കൊരു 100 കോടി രൂപ നമ്മൾ കൊടുക്കാം എന്ന് ഒരു പ്രഖ്യാപനം നടത്തി. പക്ഷെ പാകിസ്ഥാൻ അത് വാങ്ങിയില്ല. കാരണം അവരെ സംബന്ധിച്ച് വിഷം കുടിച്ച് മരിച്ചാലും ഇന്ത്യയുടെ കയ്യിൽ നിന്ന് 10 പൈസ വാങ്ങിക്കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ് അവർക്ക്. കാരണം അവരുടെ നാട്ടുകാർ പ്രശ്നം ഉണ്ടാക്കും. കാരണം ശത്രു രാജ്യത്തിൽ നിന്നൊക്കെ അത് മേടിക്കുന്നതാണ്. അതുകൊണ്ടായിരിക്കണം എന്ന് എനിക്ക് തോന്നുന്നു അത് പാകിസ്ഥാൻ അത് വേണ്ട എന്ന് പറയുകയും ചെയ്തു. നമ്മളത് ഓഫറും ചെയ്തതാണ്. അതിനുശേഷമാണ് നമ്മളുടെ ഒരു രാജ്യത്തിന് ഇത്രയും ഒരു കപ്പാസിറ്റി ഉണ്ടെന്നും ഈ ജനതയ്ക്ക് ഒരു ഒരുമയുണ്ടെന്നും മനസ്സിലായത്. രാഷ്ട്രീയക്കാരോ സംഘടനകളോ ഒക്കെ എത്ര കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയാലും ഈ രാജ്യം എന്നും ഒറ്റക്കെട്ടായിട്ട് നിലകൊള്ളുന്നു എന്നുള്ളതിന്റെ ഏറ്റവും പ്രകടമായ ഉദാഹരണമായിരുന്നു. അതിനുശേഷം ഈ സമീപകാലത്ത് 2020 ഗാൽവാൻ താഴ്വരയിൽ നമ്മുടെ സൈന്യവും ചൈനീസ് സൈന്യവും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ അന്ന് ഈ ഗവൺമെന്റ് ഒന്നും പറഞ്ഞൊന്നുമില്ല. അന്ന് ആ ദീപാവലി സീസൺ, ഇതുപോലത്തെ ഒരു സീസണാണ് അത്. എനിക്ക് തോന്നുന്നു ഈ ഒരു ദീപാവലി, ദസറ, അതിന്റെ ഒരു സീസണാണ്. അന്ന് ചൈനീസിന്റെ ലൈറ്റ്, ഈ നമ്മുടെ സീരിയൽ ബൾബ്സ്, അതുപോലെ തന്നെ ഈ ദീപാവലിയൊക്കെ വരുമ്പോൾ നമുക്കറിയാം നോർത്ത് ഇന്ത്യയിൽ ചെറിയ ചെറിയ അലങ്കാര വസ്തുക്കൾ, അതുപോലെ ഗിഫ്റ്റുകൾ കൈമാറുന്ന ഒരു കാലഘട്ടമാണിത്. ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമ്മൾ ഈ ഓണത്തിന് തുണിയെടുത്ത് കൊടുക്കുന്ന പോലെ അവിടെ ഗിഫ്റ്റുകളാണ് കൈമാറുന്നതൊക്കെ. അപ്പൊ അതുൾപ്പെടെ എല്ലാം ചൈനീസ് സാധനങ്ങളായിരുന്നു. അതെല്ലാം ഇന്ത്യൻ ജനത വേണ്ടെന്ന് വെച്ചു.
കളിപ്പാട്ടം വേണ്ടത്, ഗിഫ്റ്റ് വേണ്ടത്. ഗിഫ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ അത് ഒരുപക്ഷെ നല്ല പെയിൻ സഹിച്ചുകൊണ്ട് തന്നെയാണ് ഇന്ത്യൻ ജനത അത് വേണ്ടെന്ന് വെക്കുന്നത്. നമുക്കറിയാം ഈ നോർത്ത് ഇന്ത്യയിൽ പോലെയുള്ള സാധാരണപ്പെട്ട ഒരാൾക്ക് 100 രൂപയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല മനോഹരമായ ഗിഫ്റ്റ് കിട്ടും. ചൈനയുടെ ഗിഫ്റ്റ് അറിയാമല്ലോ, 100 രൂപയ്ക്ക് ബെൻസ് കാർ വരെ ഇറക്കുന്നവന്മാരന്മാർ. അപ്പൊ ഈ കളിപ്പാട്ടം നല്ല രസമായിരിക്കും, നല്ല കാണാൻ നല്ല ഭംഗിയാണ്. മൊബൈല് ഒരു 1000 രൂപയൊക്കെ കൊടുക്കുക, നല്ല മനോഹരമായ മൊബൈലൊക്കെ കിട്ടും. അപ്പം അതൊക്കെ വേണ്ടെന്ന് വെച്ചുകൊണ്ടാണ് നമ്മുടെ ജനത, അല്ലെങ്കിൽ പടക്കം, അവരുടെ വില കുറഞ്ഞ നല്ല നല്ല രസമുള്ള പടക്കം, ഇതെല്ലാം വേണ്ടെന്ന് വെച്ചത് നമ്മൾ ആ ഒരൊറ്റ മനസ്സ് കാണിച്ചത് കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടായിരുന്നില്ല. പിന്നീട് നാം കണ്ട ഒരു കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചൈനയ്ക്ക് വലിയൊരു തിരിച്ചടി തന്നെയായിരുന്നു അവർക്ക് നൽകിയത്. ഒരു ദിവസം അവർക്ക് 50,000 കോടി രൂപയുടെ നഷ്ടമാണ് ആ ബിസിനസ്സുകളിൽ നിന്നെല്ലാം കൂടെ നഷ്ടപ്പെടുന്നത്. അപ്പം എത്ര ദിവസം നീണ്ടു നിന്നൊരു വിപണി ആണ് അവർക്ക് പെട്ടെന്ന് നഷ്ടമായത്. അതിനുശേഷം നമ്മൾ കണ്ട ഒരു കാഴ്ച, ഈ അതിന് നമ്മുടെ ആപ്പുകൾ കേന്ദ്ര സർക്കാർ നിരോധിച്ചു. അപ്പം വലിയ പ്രശ്നങ്ങളുണ്ടായി. അപ്പം ഇവിടെ എല്ലാവരും പറഞ്ഞു, യൂത്തിന് ഈ ആപ്പുകളില്ലാതെ മുമ്പോട്ട് പോകാൻ പറ്റില്ല, അവർ വലിയ വിഷയം ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. പക്ഷെ ആ യൂത്തിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ആ യൂത്തിന്റെ ഒക്കെ തന്തയ്ക്കും തള്ളയ്ക്കും ഇല്ലെങ്കിൽ സഹോദരങ്ങൾക്കും കഴിഞ്ഞു എന്നുള്ളിടത്താണ് അതിന്റെ ഏറ്റവും വലിയ വിജയം നമ്മൾ കണ്ടത്. അവരോട് പറഞ്ഞു, മക്കളെ ഇത് വേണ്ട. പിന്നീട് നമ്മുടെ കൂട്ടത്തിലുള്ള ആളുകൾ പറഞ്ഞു, ഇതിനകത്ത് സ്പൈ വൈറസ് ഒക്കെ കാണും, അതുകൊണ്ട് വേണ്ടെന്നാണ്. ഒടുവിൽ ആ യൂത്ത് തന്നെ അത് വേണ്ടെന്ന് വെക്കുന്ന ഒരു കാര്യത്തിലേക്ക് നമ്മൾ കണ്ടതാണ്. ആപ്പുകൾ മൂലം അവർക്കുണ്ടായ നഷ്ടം തന്നെ മുമ്പ് സൂചിപ്പിച്ച പോലെ 65,000 കോടി രൂപയാണ് പെർ ഡേയിൽ അവർക്ക് നഷ്ടപ്പെട്ടത്. അതൊക്കെ കണ്ടതാണ് നമ്മൾ. അപ്പോൾ അതിനുശേഷം നമ്മൾ ഈ മാൽദീവ്സിന്റെ കാര്യം എടുക്കുക. അവിടുത്തെ 2 മന്ത്രിമാർ നരേന്ദ്രമോദിക്കെതിരെ എന്തോ പറയുന്നു, വലിയ വിഷയങ്ങളാകുന്നു. വന്നു കഴിഞ്ഞപ്പോൾ എന്താണ് ചെയ്തത്? ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ കയറിപ്പോകുന്നത്, ഇല്ലെങ്കിൽ മാൽദീവ്സിന് ഏറ്റവും കൂടുതൽ ടൂറിസത്തിൽ നിന്ന് വരുമാനം ഉണ്ടാക്കി കൊടുക്കുന്നത് ഇന്ത്യക്കാരാണ്. ഇന്ത്യക്കാർ ഒന്നടങ്കം ടൂറുകൾ റദ്ദ് ചെയ്തു, അവർ ക്യാൻസൽ ചെയ്തു ആ പരിപാടി. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഉടനെ മൊയ്സു ചെയ്തൊരു അബദ്ധം എന്ന് പറഞ്ഞാൽ നേരെ ഓടി ചൈനയിൽ പോയി കഴിഞ്ഞപ്പോൾ ചൈനയല്ലേ ആൾക്കാർ ആവാന്ന് പറഞ്ഞത് പുതിയ ഇര വന്നിട്ടുണ്ടെന്നുള്ള ധാരണ വിളിച്ചിരുത്തിട്ട് പറഞ്ഞു, പൈസ വല്ലതും വേണം ഇപ്പൊ തന്നേക്കാൻ കയ്യില്, ബാക്കി എന്താണെന്ന് വെച്ചാൽ പിന്നെ അടച്ചു തീർത്താൽ മതി, പൈസ തരാം. അപ്പൊ അവർ വന്ന് പൈസ മാത്രം പോരാ, ഇത് തിരിച്ചടയ്ക്കണമെങ്കിൽ ടൂറിസം വേണമെങ്കിൽ ഞങ്ങൾക്ക് ആള് വരണം അവിടെ പറഞ്ഞു. അതിന് നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല, ഞങ്ങളുടെ ആൾക്കാർ എപ്പോഴും വന്നോളൂ എന്ന് പറഞ്ഞു. പക്ഷെ അവരുടെ ചൈനീസ് ആൾക്കാർ അവിടെ പോകാൻ വളരെ കുറവാണ് പോകുന്നത്. ഏതായാലും പിന്നീട് മൊയ്സു അബദ്ധം തിരിച്ച് അറിയുകയും വീണ്ടും ഇന്ത്യയായിട്ട് കൂടുതൽ അടുക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. അതും കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടില്ല, ഇന്ത്യൻ ജനതയുടെ തീരുമാനം. തുർക്കിക്കെതിരെ നമ്മളെടുത്ത ഒരു നീക്കം, വ്യാപാരി വ്യവസായികളാണ്, അതായത് ബേക്കറി ഉടമകളാണ് ആദ്യം തുർക്കിക്കെതിരെ ഉപരോധം പ്രഖ്യാപിച്ചത് നമ്മുടെ ഇന്ത്യയിൽ. കാരണം ഈ ബേക്കറി ഐറ്റംസ് ഉണ്ട്, മിഷനറി, ഈ നമ്മുടെ ഓരോ ബേക്കറി സാധനങ്ങൾ ഉണ്ടാക്കാനുള്ള മിഷനറി വരുന്നത് തുർക്കിയിൽ നിന്നാണ്. അത് വേണ്ടെന്ന് വെച്ചു. വേണ്ട, തുർക്കിയുടെ സാധനം വേണ്ടെന്ന് ഇന്ത്യയിലെ ഈ വ്യാപാരി വ്യവസായികളാണ്. കേന്ദ്ര സർക്കാർ പറഞ്ഞില്ല, കേന്ദ്ര സർക്കാർ അത് വാങ്ങണമെന്നോ വാങ്ങണ്ടെന്നോ അവർ പറഞ്ഞില്ല. പക്ഷെ വ്യാപാരികൾ, അതാണ് ഞാൻ പറഞ്ഞത്, വ്യാപാരികൾ എന്നും വലിയ പ്രാധാന്യത്തോടു കൂടി തന്നെ, കാരണം അവരാണല്ലോ ഈ വിപണി നിയന്ത്രിക്കുന്നത്. അവർ തീരുമാനമെടുത്ത് മുന്നിട്ടിറങ്ങി കഴിഞ്ഞാൽ അത് വിജയത്തിലേക്ക് എത്തുകയുള്ളൂ. അവരൊരു തീരുമാനം എടുക്കുന്നു ഇത് വേണ്ട എന്ന്. പിന്നെ കാണുന്നത് ഈ തുർക്കിയുടെ ചെറുതും വലുതുമായ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നവരെല്ലാം കൂട്ടത്തോടൊരു തീരുമാനം എടുക്കുന്നു. ഇവിടുന്ന് ടൂർ ഓപ്പറേറ്റ് ചെയ്യുന്ന ടീമുകളെല്ലാം കൂടി ടൂർ ക്യാൻസൽ ചെയ്യുകയാണ്. ആളുകൾ പറഞ്ഞു വേണ്ട. അസർബൈജാനും അതേ രീതിയിലുള്ള ഒരു നിരോധനം ഏർപ്പെടുന്ന ഒരവസ്ഥ. ഇതുപോലെ പാകിസ്ഥാൻ ഇപ്പോഴല്ല, സിന്ദൂറിന് മുമ്പ് ഇവിടെ പുൽവാമയിൽ നമ്മുടെ സൈനികരെയൊക്കെ കൊലപ്പെടുത്തിയ ഒരു ഭീകരാക്രമണം നടന്നതിന് ശേഷം നമ്മൾ തമ്മിൽ ഭയങ്കര ഒരു വാറല്ല വ്യാപാര പ്രശ്നങ്ങൾ വന്നു. അവർ 2019 ആയപ്പോഴേക്കും നമ്മളുമായിട്ടുള്ള ഈ വ്യാപാരങ്ങളെല്ലാം അവർ നിർത്തിവെച്ചു, നമ്മളല്ല നിർത്തിയത്, അവർ നിർത്തി കഴിഞ്ഞ് പാകിസ്ഥാൻ പറഞ്ഞെന്താണെന്നറിയാം, ഇപ്പൊ ഇവന്മാരൊരു പാഠം പഠിക്കും ഇന്ത്യക്കാർ. കാരണം നമ്മുടെ സബോള, നമ്മുടെ ഉപ്പ്, നമ്മുടെ ഉരുളൻകിഴങ്ങ്, അതായത് ഈ പാകിസ്ഥാനിൽ ഉള്ള ഇടത്തരം കർഷകരുടെയും വ്യാപാരികളും ഒക്കെ ഉണ്ട്. അവർ ഈ പഞ്ചാബ് അതിർത്തി വഴിയും ഒക്കെ ആയിട്ടുള്ള ട്രക്ക് വഴി വലിയ രീതിയിൽ തന്നെ വ്യാപാരം നടക്കുന്നുണ്ടാകും. എനിക്ക് തോന്നുന്നത് ഏതാണ്ട് 10,000 കോടി രൂപയുടെ ഒക്കെ മന്ത്ലി വരുമാനം നടക്കുന്ന ഒരു ബിസിനസ് അങ്ങോട്ടും ഇങ്ങോട്ടും. കാരണം ഇപ്പൊ അമ്മ ഒരു പാഠം പഠിക്കും. ഇപ്പൊ അവിടെ ഉള്ളിക്ക് ഭയങ്കരമായിട്ട്, കാരണം ഉള്ളി നമ്മുടെ രാജ്യത്ത് എന്നും ഒരു സെൻസിറ്റീവായിട്ടൊരു സാധനമാണ്. ഭരണം താഴെ പോകുന്ന ഭരണം കയറ്റുന്നൊക്കെ ഒരു സമയത്ത് ഉള്ളിയായിരുന്നു. അപ്പൊ ഈ ഉള്ളി ഇപ്പൊ അവിടെ ഷോർട്ടേജ് വരും. ഇപ്പൊ അമ്മ കരയും, നമ്മൾ ഉള്ളി കൊടുക്കത്തില്ലെന്ന് പറഞ്ഞു, ഉപ്പ് കൊടുക്കത്തില്ലെന്ന് പറഞ്ഞു, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ നമ്മളാരും അവന്മാരങ്ങനെ സാധനം തരാതിരുന്നതോ ഒന്നും നമ്മളാരും അറിഞ്ഞില്ല. അതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മുടെ ഇന്ത്യൻ ജനതയ്ക്ക് കഴിഞ്ഞില്ല. അപ്പം ഈ ഒരു രാജ്യത്തിലെ ജനം ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ, അതുകൊണ്ടാണ് ഈ രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളും നമുക്ക് ഈ ജനത്തിനുടെ സ്പ്ലിറ്റ് ഉണ്ടാക്കാനും വിഘടനവാദം ചെയ്യാനും ഒക്കെ ശ്രമിക്കുന്നത്. കൊണ്ടാണ് ജനം പലതായി ഭിന്നിച്ചിരുന്നത് നടക്കില്ലെന്ന് അവർക്കറിയാം. എനിക്ക് തോന്നുന്നു ഇസ്രായേലിനെ പോലെ തന്നെ ദേശസ്നേഹം തുടങ്ങുന്ന ഒരു ജനതയാണ് ഇന്ത്യയിലേത്. അത് നരേന്ദ്രമോദി കയറിയപ്പോൾ തുടങ്ങിയതല്ലത്. അതിനു മുമ്പും പലവട്ടം ആ ജനത ഒറ്റക്കെട്ടായി നിലകൊണ്ടിട്ട് ഒരുപാട് സാഹചര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. യുദ്ധസമയത്തൊക്കെ ഇന്ത്യൻ ജനത ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നില്ലെങ്കിൽ ഒരു രാജ്യത്തിലെ ജനത ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നത് സ്വാഭാവികം എന്ന് പറയാം. അതല്ലാത്ത സമയങ്ങളിൽ നമ്മൾ നിന്നിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, സ്വാതന്ത്ര്യത്തിന് മുമ്പും നമ്മൾ ഈ ബഹിഷ്കരണവുമായി മുമ്പോട്ട് പോയി അത് വിജയത്തിലേക്ക് നമ്മൾ എത്തിച്ചിട്ടുണ്ട്. സ്വാതന്ത്ര്യത്തിന് ശേഷവും നമ്മൾ അത് എത്തിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇതിനു മുമ്പും
പല പ്രൊഡക്റ്റുകൾ, ചില രാജ്യങ്ങളുടെയൊക്കെ പ്രൊഡക്റ്റുകൾ നമ്മൾ ബഹിഷ്കരിക്കുന്ന രീതിയിലേക്ക് പോയിട്ടുണ്ട്. ഈ ഇപ്പോൾ ഈ ഇപ്പൊ ധനുഷ് തുടങ്ങിയപ്പോൾ പറഞ്ഞില്ലേ, നമ്മുടെ അവരുടെ ബിവറേജസും മറ്റേതും ബഹിഷ്കരിക്കണം, സോഫ്റ്റ് ഡ്രിങ്ക്സും സോഫ്റ്റ് ഡ്രിങ്ക്സ്. ബഹിഷ്കരിക്കണം എന്ന് ആഹ്വാനം നൽകും. ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ നടന്നത് എപ്പോഴാണെന്നറിയോ? നമ്മുടെ ഈ ഒരു ബഹിഷ്കരണം, ഒരു ഉപരോധം കൊണ്ടുവന്നിരുന്നില്ല അമേരിക്ക. അന്ന് അവരുടെ സോഫ്റ്റ് ഡ്രിങ്ക്സുകളൊക്കെ ഇവിടുന്ന് ഡൗൺ ആയതാണ്. ഇല്ലെങ്കിൽ ഇന്ന് ആ ഒരു ഇതിലേക്ക് അവർ എത്തിയാണ്. ഇന്നിപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ എല്ലാ സമസ്ത മേഖലയിലും നമ്മുടെ ഉൽപ്പന്നമുണ്ട്. ഞാൻ പറയാം, ഈ മൊണോപ്പൊളി മാത്രമായിരുന്ന ഒരു വിങ് ആയിരുന്നു ഈ കുട്ടികൾ ഹെൽത്ത് പിന്നെ ഇത് സോപ്പ് ഓയിലൊക്കെ. ഒരു ബ്രാൻഡ് ഈ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു, ആ ബ്രാൻഡിന്റെ പേര് ജോൺസൺ ആൻഡ് ജോൺസൺ എന്ന്. ഇന്ന് ആ ജോൺസൺ ആൻഡ് ജോൺസൺ ഡൗൺ ആണ്. അതിന്റെ മുകളിൽ കയറി നിൽക്കുന്ന ഹിമാലയ പ്രൊഡക്ട്സ് ആണ്, ഇന്ത്യൻ കമ്പനിയാണ്. അവരാണ് ഇന്ന് കയറി നിൽക്കുന്നത്. ഇന്ന് ജോൺസൺ ആൻഡ് ജോൺസന്റെ പ്രൊഡക്റ്റുകൾ വളരെ കുറവാണ്. നമ്മൾക്ക് മെഡിക്കൽ സ്റ്റോറിലൊക്കെ കയറി ചെന്ന് കഴിഞ്ഞാൽ ഈ കുട്ടികളുടെ സെക്ഷൻ നോക്കുമ്പോൾ അവിടെ ഞാൻ പോകുമ്പോഴൊക്കെ ശ്രദ്ധിക്കും, നോക്കുമ്പോൾ അവിടെ ഹിമാലയയുടെ പ്രൊഡക്റ്റാണ് ഏറ്റവും കൂടുതൽ ഇരിക്കുന്നത്, മറ്റവരുടെ പ്രൊഡക്റ്റ് ഇല്ല. ജോൺസൺ ഒരുപാട് ആരോപണങ്ങൾ വന്നിട്ടുണ്ട്, കുട്ടികൾക്ക് അസുഖങ്ങൾ വരുത്തുന്ന ചില കമ്പോണൻസ്, കെമിക്കൽസ് ഒക്കെ അതിനകത്തുണ്ടെന്ന് പറഞ്ഞു. ഉണ്ട് അങ്ങനെ ആരോപണം വന്നിട്ടുണ്ട്. അല്ല, ഞാൻ പറയാം, അതിന് പകരം വെക്കാൻ നമുക്കുണ്ട് ഇവിടെ ഇപ്പോഴത്തെ സാധനം. ഞാൻ പറഞ്ഞില്ല, ഞാൻ മുമ്പ് ഈ സ്വദേശി ജാഗരൺ മഞ്ചിന്റെ പ്രവർത്തനമായിട്ട് മുമ്പോട്ട് പോകുമ്പോൾ എനിക്ക് ഒരു പേജിൽ അടിക്കാനുള്ള ഉൽപ്പന്നങ്ങൾ മാത്രമേ ഇന്ത്യയിൽ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, നമ്മുടെ ഈ രാധാസും ചന്ദ്രികയും ഒക്കെയാണ് സോപ്പിന്റെ ഓരോ സെക്ഷനായിട്ടാണ് ഞങ്ങൾ ഈ ഉൽപ്പന്നത്തിന്റെ പേരിടുന്നത്, അടിച്ചു വെച്ചിരുന്നത്. ഇന്നാണെങ്കിലോ നമുക്കിപ്പോൾ സ്വന്തമായിട്ട് വീട്ടിൽ സോപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന നിലയിലേക്ക് നമ്മൾ മാറിയില്ലേ. 200-250 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ചെറിയ മോൾഡ് ഉൾപ്പെടെ അതിനുള്ള സാമഗ്രികൾ കിട്ടും. കുടുംബശ്രീയിലെ നമ്മുടെ സഹോദരിമാര് സോപ്പ് ഉണ്ടാക്കി വെക്കുന്ന ആ നിലയിലേക്ക് പോലും നമ്മുടെ രാജ്യം മാറി. ഇന്ന് അനവധി കമ്പനികളാണ് സോപ്പിലായാലും എല്ലാത്തിലും. കാരണം ആ കമ്പനികൾ, ഇന്ത്യൻ കമ്പനികൾ തമ്മിൽ കോമ്പറ്റീഷൻ ചെയ്യുന്ന ഒരു ഫീൽഡായിട്ട് എല്ലാം സമസ്ത മേഖലയും മാറി. നമുക്കിപ്പോൾ നമ്മുടെ നിർമ്മാണ മേഖലയിലേക്ക് അധികം കടക്കാത്ത നമ്മൾ സെമി കണ്ടക്ടർ അത് നമുക്ക് ഇറക്കുമതി ചെയ്യേണ്ടതായിട്ടുണ്ട്. വിമാനത്തിന്റെ എഞ്ചിനുകൾ നമുക്ക് ഇറക്കും. ഇത് പറയുമ്പോൾ ഒരു കാര്യം കൂടെ, അതിപ്പോൾ പറഞ്ഞു നന്നായി. എന്തായാലും ഇപ്പൊ നമ്മുടെ മാധ്യമങ്ങളൊക്കെ വലിയ തലക്കെട്ടുണ്ട്, ഫോൺ എടുത്തില്ല പിന്നാലെ 100 കോടി രൂപയുടെ കരാർ ഒപ്പിട്ട് മോദി, യുദ്ധവിമാനങ്ങളുടെ ഇഞ്ചിനും യുദ്ധവിമാനം. എന്താണ് അതിന്റെ യാഥാർത്ഥ്യം എന്നറിയാവോ? ഇതെല്ലാം മാധ്യമപ്രവർത്തകർക്ക് അറിയാവുന്ന, നമുക്കും അറിയാവുന്നത്. ഇത് സംഭവം മുൻപ് ഒപ്പുവെച്ച കരാറാ ധനുഷേത്. 83 വിമാനം വാങ്ങാൻ ഒപ്പുവെച്ച കരാറാ. അത് എല്ലാവരുടെയും ധാരണ എന്ന് വെച്ചാൽ കടയിൽ പോയി പപ്സ് വാങ്ങുന്ന കണക്കാണ് യുദ്ധോപകരണങ്ങൾ വാങ്ങുന്നതെന്ന്. 100 കോടി രൂപ അങ്ങോട്ട് കൊടുക്കുന്നു, ഷെൽഫി വെച്ചിരിക്കുന്ന 5-6 വിമാനം എടുത്തിട്ട് പറയും കൊണ്ടുപോകോ എന്ന് പറയുന്ന കണക്കല്ല ഇത്. ഒരു യുദ്ധ സാമഗ്രികൾ നമ്മൾ വാങ്ങിക്കുന്നത് അവിടെ ചെന്ന് കരാർ ഒപ്പിട്ടതിന് ശേഷം നമ്മൾ ഒരു ഗഡു തുക കൊടുക്കും. അതിനുശേഷമാണ് വിമാനത്തിന് നിർമ്മാണം ആരംഭിക്കുന്നത്. എന്നിട്ട് അവർ ആദ്യം നിർമ്മിച്ച് ഒരു 5-10 വിമാനം ചിലപ്പോൾ കൊടുത്തു, 5 അത്രയൊന്നും കൊടുക്കത്തൊന്നുമില്ല, ഘട്ടം ഘട്ടമായിട്ടാണ് വിമാനങ്ങൾ നിർമ്മിച്ചു കൊടുക്കുന്നത്. അല്ലാതെ വർഷങ്ങളുടെ പ്രോസസ്സാണ്. ഇതൊന്നും വേണ്ട. ഈ ബോറിംഗ് മിഷൻ നമ്മൾ കരാർ ഒപ്പുവെച്ച ജർമ്മൻ കമ്പനിയുമായിട്ട് 98 ബോറിംഗ് മിഷൻസ് നമ്മൾ പറഞ്ഞിരുന്നു. അവർ വളരെ കുറച്ച് മാത്രമേ തന്നിട്ടുള്ളൂ. ഇപ്പൊ നമുക്ക് ചൈന തരാന്ന് പറഞ്ഞിട്ടുണ്ട്. വലിയ രസം എന്താണെന്ന് വെച്ചാൽ ഈ ജർമ്മനി ബോറിംഗ് മിഷൻ അവിടെ നിർമ്മിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ചൈനയെ വെച്ചില്ല, അവിടെ നിർമ്മിച്ചിട്ടാണ് ഇവിടെ തരാൻ. അപ്പൊ ഇന്ത്യ പറഞ്ഞ്, ഇന്ത്യ ഒന്നും പറഞ്ഞില്ല, റഷ്യ തരാന്ന് പറഞ്ഞിട്ടുണ്ട്, ചൈന ഇപ്പൊ തരാന്ന് പറഞ്ഞു. ജർമ്മനി തരാതായപ്പോഴാണ് ഇന്ത്യ ആ നീക്കം നടത്തിയത്. കാരണം ജർമ്മനി അത് വെച്ച് നീട്ടിക്കൊണ്ടിരിക്കുക. അത് 2-3 കാരണങ്ങളുണ്ടാകും. ഒന്ന്, നമ്മുടെ വികസന പ്രവർത്തനങ്ങളെ പിന്നോട്ടെടുപ്പിക്കാനും വേണ്ടി ആകാം. ഏതായാലും ഈ കരാറ് ഇപ്പൊ ഈ 83 വിമാനം എന്നുള്ളത് ഇപ്പൊ നമ്മുടെ MiG 21ന്റെ ഒരു വിങ് ഇപ്പൊ നമ്മുടെ ഇന്ത്യൻ വ്യോമസേനയിൽ നിന്ന് പോവുക, അവിടേക്ക് ഇപ്പൊ തേജസ് വിമാനങ്ങൾ വരിക ആ ഒരു ഗ്യാപ്പിലേക്ക്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഉപകരണങ്ങളും പുതിയ യുദ്ധവിമാനങ്ങൾ, ആ ഒരു സ്ക്വാഡ്രണിന് വേണ്ടിയിട്ടുള്ള യുദ്ധവിമാനങ്ങളും ഉപകരണങ്ങളുമാണ് നമ്മൾ മേടിക്കുന്നത്. ആ 83 എന്നുള്ളത് നമ്മൾ 113 ഉയർത്തി. കാരണം നമുക്ക് 42 സ്ക്വാഡ്രൺ വേണം, നമുക്കിപ്പോൾ 38 എങ്ങാണ്ടേ ഉള്ളൂ. അത് കൂട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അത്. അതല്ലാതെ ഇതിന്റെ തൊട്ടു പിന്നാലെ ഫോൺ എടുക്കാത്ത, അപ്പൊ എന്താണ് ഫോൺ എടുത്തില്ല എന്ന് പറഞ്ഞപ്പോഴത്തേന് ഈ ട്രംപ് അനുകൂല മാധ്യമങ്ങൾക്ക് അതൊരു വലിയ നാണക്കേട് കണക്കായി. ഇപ്പൊ അവർ തള്ളിക്കൊണ്ടിരു വന്നതൊക്കെ പൊളിഞ്ഞുപോയി, പിന്നെ ഫോൺ പോലും എടുത്തില്ല. അപ്പൊ അതിനെ മറികടക്കാനായിട്ട് എന്താണ് ഈ കരാറ് തന്നെയാണിത്. വീണ്ടും അതിന് ഡിസ്കഷൻ നടന്നത് 83 അത് 113 ആക്കുന്നതിലേക്കുള്ള കരാറല്ല, പുതിയ കരാറല്ലത്. ഈ നമ്മൾക്ക് സാമാന്യ ബുദ്ധിക്ക് ഒരു ലോജിക്ക് വേണമല്ലോ എന്തിനും, അല്ലാതെ ഇപ്പൊ പോയ പുതിയ കരാറല്ല സാധനം. അപ്പൊ ഇതാണ് അവിടെ നടന്നത്. അപ്പൊ അതിനെയാണ് ഇപ്പൊ നമ്മുടെ മാധ്യമങ്ങളൊക്കെ എടുത്തു പിടിച്ചിരിക്കുന്നത്. കണ്ടില്ലേ, നമ്മൾ വെറുതെയാണ് പറയുന്നത് മോദി പോയിട്ട് കരാർ ഒപ്പിട്ടു അല്ല, സംഭവം ഇതാണ് സാധനം, മുൻപുണ്ടായിരുന്ന സാധനങ്ങൾ. അപ്പം ഇതേ രീതിയിലാണ് കാര്യങ്ങൾ മുമ്പോട്ട് വന്നത്. പക്ഷെ ഇപ്പോഴും എല്ലാവരും പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം, ഇത് അധികം മുൻപോട്ട് പോകില്ല, അമേരിക്കയ്ക്ക് തന്നെ അയയേണ്ടി വരും എന്ന് തന്നെയാണ് പറയുന്നത്. കാരണം അമേരിക്ക കണക്കുള്ള ഒരു രാജ്യം എന്ന് പറഞ്ഞാൽ ഈ ഇറക്കുമതിയെ മാത്രം ആശ്രയിക്കുന്ന ഒരു രാജ്യമാണ്. അതിപ്പോൾ ഇന്ത്യയെ ആശ്രയിച്ചില്ലെങ്കിൽ പോലും അവർക്ക് ഇറക്കുമതിയെ തന്നെ ആശ്രയിക്കണം. പിന്നെ അതുപോലെ തന്നെ അവരുടെ ഉൽപ്പന്നങ്ങൾ അടിച്ചേൽപ്പിക്കാൻ മറ്റു രാജ്യങ്ങളെ ശ്രമിക്കും. കാരണം അവർക്ക് ഏറ്റവും കൂടുതൽ അവരുടെ പൈസ നേടിക്കൊടുക്കുന്നത് യുദ്ധോപകരണങ്ങളാണ്, ഫൈറ്റർ ജെറ്റുകളും
യുദ്ധോപകരണങ്ങളുമാണ് അവരുടെ ഒന്നാമത്തേത്. സെമി കണ്ടക്ടർ ചിപ്പാണ്, മറ്റ് ഉള്ള കാര്യങ്ങൾ. അപ്പം ഇതിപ്പം പ്രഷർ ചെലുത്തിക്കൊണ്ട് മേടിപ്പിക്കാനോ ഇല്ലെങ്കിൽ നടത്താനോ കഴിയില്ല. ഇപ്പോൾ അവർ പറയുന്നത് ട്രംപ് റഷ്യയുമായി കൂടുതൽ അടുക്കട്ടെ, നല്ല കാര്യമാണ്. ഉക്രൈനുമായിട്ടുള്ള യുദ്ധം തീർക്കാൻ പറ്റുകയാണെങ്കിൽ തീർക്കട്ടെ, അതും നല്ല കാര്യമാണ്. പക്ഷെ ഈ ഒരു പേടിപ്പീരിൽ ട്രംപ് ഏഷ്യയിൽ തകർന്ന, ഇല്ലെങ്കിൽ ഏഷ്യയിൽ ട്രംപിന് കാലിടറുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ബ്രസീലായാലും ഇന്ത്യ ആയാലും മറ്റു രാജ്യങ്ങളായാലും ഒക്കെ ഏറ്റവും പ്രഖ്യാപിത ശത്രുവായ ചൈനയ്ക്ക് മുമ്പിൽ മുട്ടിലഴയുന്ന ട്രംപിനെയാണ് നമുക്ക് ഈ കാലയളവിൽ കാണാൻ കഴിയുന്നത്. കാരണം ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല ചൈനയ്ക്ക് എതിരെ എന്നുള്ളതാണ് ട്രംപിനെ ഏറ്റവും ബുദ്ധിമുട്ടുന്നത്. എന്നാൽ ഇന്ത്യയോട് മുട്ടി ജയിക്കാന്ന് വെച്ചാൽ അവിടെയും ഇല്ല. ഇനി വേറെ ഒരു സാധ്യതകളുമില്ല. ഇനി മനരഞ്ജനത്തിനായിരിക്കും ഒരു പക്ഷെ കൂടുതൽ. കാരണം ഇന്ത്യയെ സംബന്ധിച്ച് മനരഞ്ജനത്തിന് പോകുന്നത് തന്നെയാണ് നമുക്കും നല്ലത്. കാരണം നമുക്കും പ്രൊഡക്റ്റുകൾ കയറി പോകേണ്ടതായിട്ടുണ്ട്. അവിടെ ഇല്ലാന്നുണ്ടെങ്കിൽ ഈ പ്രൊഡക്റ്റുകൾ മറ്റു രാജ്യങ്ങൾ, പ്രത്യേകിച്ച് ഇപ്പൊ ധനുഷ് പറഞ്ഞൊക്കെ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ, ഒപ്പം തന്നെ ആഫ്രിക്കൻ രാജ്യങ്ങൾ, ഈ അടുത്ത കാലത്ത് ഇന്ത്യയും ചൈനയും ഏറ്റവും കൂടുതൽ ശ്രദ്ധ പുലർത്തുന്ന പ്രദേശം ആഫ്രിക്കൻ പ്രദേശമാണ്. അവിടേക്ക് രണ്ട് രാജ്യങ്ങളും മത്സരിച്ച് തുറമുഖങ്ങൾ വാങ്ങിക്കുന്നുണ്ട്, ഒപ്പം തന്നെ ഉൽപ്പന്നങ്ങളെ വിറ്റഴിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുമുണ്ട്.